ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടായക്കര ഓയൂർ റൂട്ടിൽ മരുതവൻപള്ളിയിൽ പ്രശസ്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ മാക്രിയില്ലാ കുളം. മാക്രിയില്ലാ കുളത്തിനടുത്ത് ഇപ്പോൾ പുതിയതായിട്ടൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നായ്ക്കുരുണി ബജിയും വാഴക്കൂമ്പ് ബജിയും അവിടെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പം നമ്മൾ ആ കടയിലോട്ടൊന്ന് കയറി നോക്കാനായിട്ട് വന്നതാണ്. ചേച്ചി, മെനയാന്ന് വൈകുന്നേരം നമ്മളിവിടെ ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായ്ക്കുരുണ പരിപ്പിൻ്റെ ഒരു വീഡിയോ. അതിവിടെ ഈ കടയിൽ നല്ലായിരുന്നോ? ഈ കടയല്ലേ? അതിനകത്ത് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ കിടക്കുന്നതുണ്ട്. നായ്ക്കുരുണയല്ലേ? നായ്ക്കുരുണ പിഞ്ച് വിളയാണോ ഇതിന്റെ കൂടെ പുറത്ത് വീണ ചൊറിയണമെങ്കിൽ ഇതിപ്പം വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മള് പിഞ്ചായി അല്ല, ഇത് ഞാനും കണ്ടിട്ടുണ്ട്. ഇവിടെ തെറ്റായ കുറച്ച് വേറെ പയറാ, വേറെ ഇത് പയറേ കാട്ടുപയറാണ്. ഇത് ഉരിക്കുമ്പോ ഇത് ഇങ്ങനെ ബ്ലഡ് കളറാവും, നല്ല കളറാവും. അതേ കണക്ക് തന്നെ അതിന്റെ സീഡ്. ഇത് നായ്ക്കുരുണ പരിപ്പിന്റെ ബജിയാണ്. ഇവിടെ നല്ല കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടുള്ള പയറാണ്. പക്ഷേ ഈ 4-ഇഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ ഇരുന്ന് പലരും ഇങ്ങനെ കമൻറ്റുകൾ വിടുന്നുണ്ട്. പല രീതിയിൽ ആ കമൻറ്റ് കാണാനും ഇടയായി. ഈ പ്രശസ്തരായ ഒരു യൂട്യൂബ് ചാനൽ ഇതുവഴി പോയപ്പോഴത്തേക്ക് ഹരീഷ് താളി എന്ന് പറയുന്ന അതേല്ലേ, അദ്ദേഹം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലോട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റുകളുമായിട്ട് പോകുന്നുണ്ട്. ഇത് നായ്ക്കുരുണ പരിപ്പല്ല, ഇത് വേറെ ഒരു കെട്ടുള്ള പയറാണ്. പക്ഷേ ഈ കെട്ടുള്ള പയർ അങ്ങനെയല്ല, റബ്ബറും തോട്ടത്തിലൊക്കെ പിടിക്കും ഈ കെട്ടുള്ള പയറുകൾ. അതാണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് ഇതുണ്ടായിരുന്നു. ഇത് പണ്ട് പറങ്കിമാവിലൊക്കെ ഇഷ്ടംപോലെ പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഇത് തുലാമാസം വൃശ്ചിക മാസത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ ഇത് പൂർണ്ണ വളർച്ച എത്തുമ്പോഴത്തേക്ക് തന്നെ ഇത് സ്വർണ്ണ കളറിലായി മാറും ഇതിൻ്റെ രോമങ്ങൾ. അപ്പോഴത്തേക്ക് ഇത് ഈ സ്വർണ്ണ കളറിലായ ഇത് വൃശ്ചിക മാസം സമയങ്ങളിലാണ് ഇത് കംപ്ലീറ്റ് ഈ കായ്കൾ ഇത് പൊട്ടുമ്പോൾ കാവ് പുരയിടങ്ങളിലും ഇത് പിന്നെ വീട്ടുകാർക്ക് ഇത് ഈ വൃശ്ചിക മാസങ്ങളിൽ ഇത് പൊട്ടി കാറ്റ് അടിച്ച് ഇതിൻ്റെ രോമങ്ങൾ പലയിടത്തും പറന്ന് പലർക്കും അലർജി മറ്റു കാര്യങ്ങളായപ്പോഴാണ് ഈ വീടുകളിൽ ഈ സാധനങ്ങൾ നശിപ്പിച്ചു തുടങ്ങിയത് ആൾക്കാർ. ഇത് പയർവർഗ്ഗത്തിൽ പെടുന്ന ഒരു ഔഷധ സസ്യമായിട്ടാണ് ഈ ആയുർവേദത്തിലേക്ക് ഇതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഈ നായ്ക്കരണ ചെടി ആയുർവേദത്തിൽ ഇതിനെ വാജീകരണ ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. സത്യം ഇത് കണ്ടാൽ ഇതിൻ്റെ ഇലകൾക്ക് കാട്ടുപയറിൻ്റെ ഇലയോട് തന്നെ സാമ്യം തോന്നും. അത് ചിലർക്ക് തോന്നും, അത് സ്വാഭാവികമാണ്. കാര്യം ഇത് കാട്ടുപയറിൻ്റെ ഇല ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാണ്. പക്ഷേ ഇത് തങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം ഇതിൻ്റെ ഇല നീളമുള്ള ഇലയാണ്. കണ്ടു കഴിഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ കണക്കിന് ഈ നടുക്കുള്ള ഇല കുറച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ചിത്രശലഭം എങ്ങനെ പറന്നു പോകുന്ന അതുപോലൊക്കെ ഇരിക്കും ഈ നടുക്കിലത്തെ ഇല മാറ്റിക്കഴിഞ്ഞാൽ. പക്ഷേ ഇത് കാട്ടുപയറിൻ്റെ ഇലയും. ഇത് തങ്ങളിലാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. പലർക്കും തെറ്റിദ്ധാരണ പലർത്തുന്നത്. അയ്യത്ത് കാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ കാട്ടുപയർ എന്ന് പറഞ്ഞാൽ. അത് എല്ലായിടത്തും എല്ലാ കാട്ടുപുരയിടങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇതാണ് നായ്ക്കുരുണ. ഈ പച്ചക്ക കാണുമ്പോഴാണ് ആൾക്കാർ വരുന്ന പയറാണ് കാട്ടുപയറാണെന്ന്. ഇത് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഇതേ സ്വർണ്ണ കളറിൽ വരും. അതിൻ്റെ സീഡാണ് ഇത്. 1200 രൂപയാണ് ഇതിന്റെ പൊടി. 1200 രൂപയാണ് കിലോ. മാർക്കറ്റ് അടിസ്ഥാനത്തിൽ ഇത് കൃഷിയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൊച്ചാളി ഇത് ഈ പഞ്ചാബീസിന്റെ റേറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു. റേറ്റിനകത്ത് പഞ്ചാബീസിൽ ആരും കയറാതിരിക്കാൻ അവര് ബോർഡറിൽ പഞ്ചാബീസുകളിൽ ഇതിന്റെ നായ്ക്കുരുണി ഒരുപാട് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പൊ ഇതിന്റെ വംശനാശം സംഭവിച്ച ഒരു സാധനമാണ്. ഇതിപ്പോൾ ആൾക്കാർ തിരക്കി പിടിച്ച് നടക്കുമല്ലേ. പണ്ട് ഒരു നായ്ക്കുരുണി അല്ലെന്നുള്ളൊരു വൻ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ. ഇവർക്കെതിരെ വലിയ രീതിയിൽ കമൻറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഈ ആൾക്കാർ കണ്ട് ചിലർക്കത് അറിയത്തില്ല. നായ്ക്കുരുണിയാണോ ഇല്ലയോ കാട്ടുപയറാണെന്നൊക്കെ പറയുന്നത് അത് വിശ്വസിച്ച് പോകുന്നവരുമുണ്ട്. അണ്ണ എവിടുന്ന് വരും? അണ്ണ എന്തിനാണോ വന്നത്? ഇത് വാങ്ങിക്കാനാണോ വന്നത്? വാങ്ങിക്കാനല്ല, ഞാൻ വാങ്ങിക്കാനായിട്ട് വന്നത്. വാങ്ങിച്ചോ? വന്നിട്ട് സീഡ് വാങ്ങിച്ചോ? ഇന്നലെ വാങ്ങിച്ചോ? അരി വേണമായിരുന്നു. അരി എവിടെ കിട്ടിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയതല്ലേ?
ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇത് പയറാ, കെട്ടുള്ള പയറാന്നൊക്കെ പറയുന്നു. ഇപ്പോൾ അണ്ണനെ കണ്ട് ബോധ്യപ്പെട്ടോ അത്? ഇത് പയർ നായ്ക്കുറിയാണ് കാണുന്നത്. ആ, നായ്ക്കുറിനെയാണ് ബോധ്യപ്പെട്ടുകൊണ്ടാണ് എടുത്തത്. നായ്ക്കുറിയാണ് ബോധ്യപ്പെട്ടത്. എനിക്ക് അരിക്ക് വേണ്ടി വന്നതാണ്. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കൃഷി ചെയ്യാനും വേണ്ടിയാണ്. ആ, വയലിൽ കൃഷി വയലിലിടാനും വേണ്ടിയാണ്. വയലിലിടാൻ വേണ്ടിയിട്ട്. ശരിയാണ്. പിന്നെ ചേച്ചി ഏതൊക്കെ വാഴയുടെയാ? വാഴക്കൊമ്പിന്റെ കപ്പവാഴയുടെ ഒഴിച്ചു ബാക്കി എല്ലാ വാഴയുടെയും എല്ലാ വാഴകളുടെ ഉപയോഗിക്കും. അതില് ബോണ്ട ചെയ്യാറുണ്ട്, ബജ്ജി ഇടാറുണ്ട്, വടയിടാറുണ്ട്. കടയിടാനുണ്ട്. അപ്പോൾ ഈ കപ്പവാഴ ഒഴിക്കാനുള്ള കാര്യം എന്തുവാ? കപ്പവാഴയ്ക്കെന്ന് പറയുമ്പോൾ ഒരു കയർപ്പ് വരുമല്ലേ? ഓഹോ. അപ്പോൾ ഇത് ഇവിടെ നായ്ക്കുറിനെ ഇത് വാങ്ങിക്കാനാണ് വലിയ തിരക്കല്ലേ? ആ, ഡോക്ടർമാരൊക്കെ വരുമെന്ന് പറയുന്നത്. ഡോക്ടർമാരൊക്കെ ഇന്നലെ വന്നപ്പോഴും ഡോക്ടർമാരൊക്കെ പിന്നെ കുളിക്കാൻ പോകാനെ കൊണ്ടുവരും. ആ, എവിടെ? അതേ സ്ഥലമായിട്ടാ ചേട്ടാ, ഏത് സ്ഥലമാണ് നമ്മൾ കുളിക്കാൻ വരുന്ന? ഈ വർക്കല. വർക്കല നമ്മളെ തൃശ്ശൂരിൽ നിന്നൊക്കെ ഡോക്ടർമാർ ഫാമിലിയോട് വരുമ്പോൾ ഇവിടെ വന്നത് കണ്ടു, ബോർഡ് കണ്ടുകൊണ്ട് ഇറങ്ങി കഴിച്ചിട്ട് പറയും ഇത് ഔഷധമാണ്, നല്ലതാണ്, എല്ലാവർക്കും കൊടുക്കാൻ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ല ഒരു കാര്യമാണ്. ഇത് നായ്ക്കുറിണി തന്നെയാണ്. ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണ് ഈ ഹരിതാളി എന്ന് പറഞ്ഞ പ്രശസ്ത യൂട്യൂബർ ഇതുവഴി പോയപ്പം കയറി ഇത് കണ്ട് ഇതിട്ട് അതിനുശേഷം ഈ വിമർശനങ്ങൾ ഒരുപാട് വരുന്നത് ഇതല്ല. എനിക്കതൊരു നല്ലത് തന്നെ. ഇപ്പൊ എനിക്ക് ഒരുപാട് പേര് തിരക്കി വരുന്നുണ്ട്, അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇതിനോടുള്ള അറിവും ബോധമുള്ളവരാണ് വരുന്നത്. അതെ. വിത്ത് വാങ്ങിക്കാനായിട്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഈ ഒരു ചേട്ടനാണ്ട് വിത്ത് മേടിച്ച് അത് കൂടാതെ തന്നെ വിത്ത് മേടിക്കുകയും പിന്നെ ഇവിടെ നായ്ക്കുറിണി അല്ലെന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്ന് 4-5 സ്ക്രീനിൽ വന്ന് പരിഹസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ പരിഹസിക്കുന്നവർ നേരെ ഇവിടെ വരുവാണ്ട്. ഇതാണ് നായ്ക്കുറിണി വിത്ത്. ഇവിടെ വന്നിട്ട് നേരിട്ട് അത് ബോധ്യപ്പെട്ടിട്ട് പോകണം. വിളഞ്ഞ പയർ, സ്വർണ്ണ കളറിൽ ഇരിക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. ഇതും നായ്ക്കുറിണി എന്ന് പറയുന്നത് പയറുവർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഈ നായ്ക്കുറിണി. അത് ഇവർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. പയറുവർഗത്തിൽപ്പെടുന്ന ചെടിയാണ് ഈ നായ്ക്കുറിണി. ഇതിപ്പോ നമുക്ക് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞത് നമ്മുടെ ഓടനാട്ട് നെടുവങ്കാവ് ചിഞ്ചില രായൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഈ നായ്ക്കുറിണി ഇട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോടത്ത് നിന്ന് അത് കൃഷി എടുത്തിട്ടുമുണ്ട്. നെടുവങ്കാവിലെ വിപണിയിൽ തന്നു. ഇതിന്റെ കുരു എടുത്ത് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ പരിപ്പെന്ന് പറയുന്നത് കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതിന്റെ പരിപ്പ്. അത് പാലിലൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. 2 ദിവസം 3 ദിവസം പാലിനകത്ത് തിളച്ച പാലിനകത്ത് അത് പിന്നെ എടുത്ത് ഉണക്കി അതിന്റെ തൊലി പിന്നെ വറുത്ത് ആ തൊലി കളഞ്ഞു. അതെന്ന് പറയുന്നത് തോന കഴിക്കാൻ പറ്റത്തില്ല. ഒരു മുള്ളു, അതായത് ആരോഗ്യത്തിനനുസരിച്ച് അത് കഴിക്കാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന. ഇതിനെ പറ്റി കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് അല്ലാന്ന് തർക്കിക്കുന്നവരുടെ ഞങ്ങൾ നേരിട്ട് വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് കാണിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് നേരിട്ട് വന്ന ഇതിപ്പോ തീരാറായി. ഇനിയിപ്പോ ഈ മാസം ഇല്ലല്ലോ. ഈ മാസം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ വൃശ്ചികാകുമ്പോഴത്തേനും നമ്മളിത് തീർക്കും. വൃശ്ചികക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും. എല്ലായിടത്തും ഇതിന്റെ രോഗം എല്ലായിടത്തും പടർന്ന് ആൾക്കാർക്ക് ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പരുവത്തിലേ നമുക്ക് ഇത് ബജിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോ ചേച്ചി ബജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു വിലയെന്ന് പറയുന്നത് ഇപ്പൊ ഓരോരുത്തരും വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ 2-3 പേര് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ഒക്കെ ഇട്ട് പിടിപ്പിക്കട്ടെ, എല്ലാവർക്കും കഴിക്കാമല്ലോ. സീഡ് ഇപ്പോൾ ഒരുപാട് പേര് കൊണ്ടുപോയില്ലേ? അത് കൊണ്ടുപോയി നല്ല ഔഷധ ഗുണമുള്ള സീഡല്ലേ. ഇതെല്ലാം ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഇത് കൊള്ളാം, ഇതെല്ലാവരും വാങ്ങിച്ച് കഴിക്കണം. ഇത് അതുപോലെ തന്നെ ഇത് അതേ കണക്ക് തന്നെ മുട്ടുവേദനയുള്ളവർക്ക് ഇത് നായ്ക്കുറിനെ ഇവിടെ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഒരു നാണക്കേട് മാതിരിയാണ്. കാര്യം ഇത് നാണക്കേണ്ട കാര്യം എല്ലാവർക്കും ഇത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. കാര്യം ഇത് നാഡീ നരമ്പുകൾക്കൊക്കെ നല്ല ഔഷധമുണ്ട്. രക്തഓട്ടങ്ങൾ കൂടുന്നതിനും മുട്ടിന് വേദനയുള്ളവരൊക്കെ ഇത് കഴിക്കാം. ഇത് വെജി ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അല്ലാതെയും ഇത് മെഴുക്ക് വരട്ടി കഴിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഇവിടുന്ന് കിലോ കണക്കിനും അല്ലെങ്കിൽ അല്ലാതെയും ഈ പച്ചക്ക വന്ന് മെഴുക്ക് വരട്ടാനും തോരൻ വെക്കാനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ലേ? അതും അതുകൊണ്ട് അതിനായിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. മെഴുക്ക് വരട്ടാനും തോരൻ വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ തെറ്റായ പ്രചരണം നടത്തുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. കാര്യം ഇത് കണ്ട് നേരിട്ട് ഇല്ലേ ചേച്ചി, നേരിട്ട് ഇത് കണ്ട് ഇവരൊക്കെ പ്രായം ചെന്ന മനുഷ്യർക്കൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഇതെന്താണെന്ന്. ഇപ്പൊ ഈ തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാൻ കാരണം എനിക്കൊരു ബോധമുണ്ട് ഞാൻ ചെയ്യുന്നത് നായ്ക്കുറിണി തന്നെയാണെന്ന്. അപ്പൊ തർക്കമുള്ളവർ ഇവിടെ നേരിട്ട് വന്ന് അത് പ്രൂവ് ചെയ്തിട്ട് പോവുക അല്ലേ?
ഓക്കെ ചേച്ചി. കാരണം അത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് കാരണം ഈ പയറും അതുമായിട്ട് വ്യത്യാസമില്ലെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ പയറെന്ന് പറയുന്നത് നീളത്തിന് ഒരേ ലെവലിൽ വളർന്നു വരും. ഈ പയറെന്ന് പറഞ്ഞാൽ ശേഷ വളവ് വരും എന്ന് പറഞ്ഞത് വിളഞ്ഞ് അത് മൂക്കുന്നുടനെ ഒരു പൊന്നിനിറം വരും. പൊന്നിനിറം വരും. അപ്പൊ ആ പ്രായത്തിലൊന്നും നമ്മൾ പിച്ചാൻ പറ്റത്തില്ല, പോലും പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ കൊട്ടായക്കരയിൽ നിന്ന് ഒയിര് പോകുന്ന റൂട്ടിൽ മരുതോമ്പള്ളി എന്ന സ്ഥലത്ത് മാക്രിയില്ല കുളത്തിൻ്റെ തൊട്ടരിയിലാണ് ഈ കട. ഇവിടെ ഇത് മാത്രമല്ല, വാഴക്കൂമ്പിലുള്ള എല്ലാ ഇതുകളും വട എല്ലാം നല്ല എണ്ണയിലും ക്യാരറ്റ് വട എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പോകുന്നവർക്ക് ബജി പോകുന്നവർക്ക് ഇവിടെ കയറാം. ഇവിടെ എല്ലാ സമയത്തും വൈകുന്നേരം 8 മണി വരെ അല്ലേ ചേച്ചി? 10 മണി വരെ ഉണ്ട്. രാത്രി 10 മണി വരെ, രാവിലെ 6 മണി മുതൽ ആക്കും.